ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം. ഭൂമിയിലെ വെള്ളങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ശ്രേഷ്ഠമായ വെള്ളം അതാണ്. ഏറ്റവും നല്ല വെള്ളം അതാണ്. ഫീഹി തുആമും മിനത്തുഅമി, കഴിക്കേണ്ടവർക്ക് ഭക്ഷണമായിട്ട് വേണമെങ്കിൽ അത് മതി. വശിഫാഉം മിനസ്സുഖമി, രോഗികളാണെങ്കിൽ രോഗം മാറാൻ മാത്രമുള്ള ഔഷധമായും നിങ്ങൾക്ക് ആ സംസമുണ്ട്. അതിന് സവിശേഷതയില്ല, അതിന് പോരിശയില്ല, അതിന് പ്രത്യേകതയില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ നൂറുകണക്കിന് ഹദീസുകളെ തള്ളി മാറ്റേണ്ടി വരും. അവർ ഇസ്ലാമിന്റെ വഹീനോടുള്ള പുച്ഛം അവരുടെ നെഞ്ചിനകത്ത് കയറ്റി വെക്കേണ്ടി വരും. മാഉ സംസം ലിമാ ശുരിബ അലൈഹി, എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ സംസം കുടിക്കുന്നത്, ശിഫക്ക് വേണ്ടിയാണോ അത് കിട്ടും. അത് ദാഹം മാറാനാണോ അത് ലഭിക്കും, ഭക്ഷണമായിട്ടാണോ അത് ലഭിക്കും. അങ്ങനെ അതിന്റെ പോരിശയായി രേഖപ്പെടുത്തുകയാണ്. ആ കിണറിൽ നിന്ന് ഒരു സെക്കൻഡിൽ 18.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിന് ദൈവികതയില്ല, ഇസ്ലാം എന്ന ഒരു മതത്തിന് സവിശേഷതയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മക്കയിൽ നിന്ന് അപ്പുറത്ത് 450 കിലോമീറ്റർ അപ്പുറത്ത് മദീന പള്ളിയിലേക്ക് ഒരു ദിവസം 120 ടണ്ണാണ് സംസം അടിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അത് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഈ നീരുറവ ലോക ചരിത്രത്തിൽ, മക്കയുടെ ചരിത്രത്തിൽ ഇന്നുമുണ്ടല്ലോ. നമുക്ക് ബോധ്യം വേണം. അപ്പോൾ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ.